കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 15 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയുമില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സഭയിൽ പൗലോസ് ലീഹായുടെ മാനസാന്തരത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിളിയും നിയോഗവുമായി ചില അതിപ്രധാനമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇന്നത്തെ വായനകൾ നിരത്തി വയ്ക്കുന്നുണ്ട്. ആദ്യ വായനയിൽ പൗലോസ് ലീഹ തൻ്റെ മാനസാന്തരത്തിൻ്റെ ആ വിളിയും ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രഘോഷിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗമാലിയാലിൻ്റെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പഠിച്ച് അറിവിൻ്റെ അഹങ്കാരത്തിലിരുന്ന ഒരുവനെയാണ് കർത്താവ് എളിമപ്പെടുത്തുന്നത്. സ്വർഗത്തിൻ്റെ ഒരടി നൽകി പൗലോസ് ലീഹയെ കർത്താവ് എളിമപ്പെടുത്തി. സാവൂളായിരുന്നവൻ പൗലോസായിട്ട് മാറി. പൗലോസ് എന്ന അല്ലെങ്കിൽ പോൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എളിമ ഉള്ളവൻ എന്നാണ്. അപ്പോൾ ഒരു അറിവിൻ്റെയും ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ഒക്കെ ഒരു അഹങ്കാരത്തിൻ്റെ തിമിർപ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരുവനെ സ്വർഗത്തിൻ്റെ ഒരൊറ്റ അടിക്ക്, അതായത് ഒരൊറ്റ നിമിഷം കൊണ്ട് അവനെ എളിമയുള്ളവനാക്കി മാറ്റാൻ, ദൈവസ്നേഹത്തിൻ്റെ അനുഭവം പ്രാപിക്കാൻ കർത്താവ് ഒരുക്കിയെന്നുള്ളതാണ്. ഇതൊരു സാധ്യതയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ജ്ഞാനവും ബുദ്ധിയും ഒക്കെ നമുക്കുണ്ടാകാം. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൻ്റെ ഒരു സ്പർശനം, സ്വർഗത്തിൻ്റെ ഒരു തലോടൽ, അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു അടി നമുക്ക് കിട്ടിയാൽ ഏത് നിമിഷവും, അതിന് പ്രത്യേക സമയമൊന്നും നമ്മുടെ ജീവിതത്തിലില്ല, ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എളിമയുടെ മനോഭാവത്തിലേക്കും ദൈവസ്നേഹത്തിൻ്റെ മനോഭാവത്തിലേക്കും വരാൻ പറ്റും എന്നുള്ളത് വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യാശയുടെ ജീവിതത്തെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏത് നിമിഷവും ഒരു ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാണല്ലോ കൊടും പാപിയായിരുന്നവൻ പൗലോസ് ലീഹ, അവൻ്റെ ഉള്ളിലുള്ള ഒരു വിശുദ്ധിയുടെ സാധ്യതയാണ് കർത്താവ് പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാപികളാണ് നമ്മളെങ്കിലും, എത്ര വലിയ പാപത്തിൻ്റെ ജീവിതത്തിലൂടെ ഇന്നലകളിൽ കടന്നുപോയിട്ടുള്ളവരാണ് നമ്മളെങ്കിലും, നമ്മുടെ ഉള്ളിലുള്ള ദൈവം നിക്ഷേപിച്ച വിശുദ്ധിയുടെ സാധ്യതയിലേക്ക് കൈപിടിച്ചുയർത്താൻ കർത്താവിന് സാധ്യമാണ്. അപ്പോൾ അത് പൗലോസ് ലീഹയുടെ ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇന്നത്തെ തിരുനാൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും തരുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മാനുഷിക ബലഹീനതകളിൽ, കുറവുകളിലൊക്കെ നമുക്ക് വീഴ്ചകളുണ്ടാകാം. നിരന്തരമായ ദൈവസ്നേഹത്തിൽ അകന്നു പോകാനുള്ള സാധ്യതകളും അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പ്രത്യേകിച്ച് ചില പാപത്തോടുള്ള ബന്ധം, പാപം വെച്ച് നീട്ടിയ പാപത്തിൻ്റെ സുഖം, ഇതൊക്കെ ഒരു പരിധി വരെ ദൈവത്തിൽ നിന്നും സ്വർഗീയ ആനന്ദത്തിൽ നിന്നൊക്കെ നമ്മളെ പിറകോട്ട് വലിക്കുകയും ലോകത്തോട് അമിതമായി കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു ജീവിതക്രമം സാധ്യമാകുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാം. അവിടെ നിന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ വിശുദ്ധീകരിച്ചുയർത്താനും നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വിശുദ്ധിയുടെ സാധ്യതയിലേക്ക് കൈപിടിച്ച് നമ്മളെ കൊണ്ടുവരാനും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളിലും മറ്റുള്ളവരിലൊക്കെ ഈ സാധ്യത പുറത്തു കൊണ്ടുവരാനും
ദൈവത്തിന് സാധ്യമാണെന്ന് എപ്പോഴും നമ്മൾ വിശ്വസിക്കണം. ഈ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പ്രത്യാശ കൈവിടരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ചില സ്വഭാവവും ചില ജീവിത രീതിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ശോ, ഇവനിന് എന്ന് മാറാനാ, ഇവളിന് എന്ന് മാനസാന്തരപ്പെടാനാ, എത്ര നാളിങ്ങനെ കടന്നു പോകുന്നു, എത്രയോ വർഷമായി സ്വഭാവത്തിനും ഈ സ്വഭാവ ദൂഷ്യത്തിനൊക്കെ അടിമയായി കഴിയുന്നു എന്നുള്ളൊരു ആശങ്കയും പ്രതീക്ഷ നഷ്ടപ്പെട്ട മനോഭാവമല്ല നമ്മൾ പുലർത്തേണ്ടത്. മറിച്ച് പൗലോസിന്റെ ജീവിതം വലിയ പ്രതീക്ഷയും പ്രത്യാശയും തരികയാണ്. ഏത് കഠിന ഭാവിക്കും വിശുദ്ധിയുടെ സാധ്യത കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നും ദൈവസ്വരത്തോടും ദൈവം അനുവദിക്കുന്ന ദൈവിക ഇടപെടലിനോടും പ്രത്യുത്തരിക്കാൻ തയ്യാറാകുന്ന ഒരു ജീവിതത്തിൽ തങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ വിശുദ്ധിയുടെ സാധ്യത മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് സാധിക്കും. ഇനി അതിനേക്കാളും ഉന്നതമായൊരു സാധ്യതയാണ് പൗലോസ്ലീഹയിലൂടെ, അല്ലെങ്കിൽ ഒരു വിളിയും ഒരു ദൗത്യമാണ് പൗലോസ്ലീഹയിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെന്താന്ന് ചോദിച്ചാൽ, സ്വർഗം എല്ലാവരിലും നിക്ഷേപിച്ചിരിക്കുന്ന, എല്ലാ ദൈവമക്കളിലും നിക്ഷേപിച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു വിളിയുണ്ട്, ഒരു ദൗത്യമുണ്ട്. അത് സുവിശേഷം നമ്മൾ കാണുകയാണ്. കർത്താവ് പറഞ്ഞു, അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയാനാണ്, മനുഷ്യരോട് മാത്രമല്ല. അതുകൊണ്ടാണ് അന്തോണീസ് പുണ്യാളനൊക്കെ അല്ലേ മൃഗങ്ങളോടും, അസീസി പുണ്യാളനൊക്കെ മൃഗങ്ങളോട് പോലും സുവിശേഷം പറഞ്ഞെന്നാ നമ്മൾ കേട്ടിട്ടുള്ളത്. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം സുവിശേഷവാഹകരായി മാറണം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അത് എവിടെയാണ്, ആരുടെ അടുത്താണ്, ഏതിടത്തിലാണ് എന്നതിനേക്കാൾ അപ്പുറമായി നമ്മൾ സുവിശേഷത്തിൻ്റെ തീഷ്ണത സ്വീകരിച്ച് സുവിശേഷത്തിൻ്റെ അഗ്നി നമ്മളിൽ കെടാതെ സൂക്ഷിച്ച് നിരന്തരം സുവിശേഷമായി തീരാനുള്ള ഒരു ദൗത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പലപ്പോഴും നമ്മൾ വളരെ എളുപ്പത്തിൽ മറന്നുപോകുന്ന, തിരസ്കരിക്കുന്ന, തമസ്കരിക്കുന്ന ഒരു ഉന്നതമായ ജീവിതത്തിൻ്റെ വെളിയും ദൗത്യമാണ് സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം കൊണ്ട് അധ്വാനിക്കുക എന്നുള്ളത്. അത് പലപ്പോഴും നമ്മുടേതായ ജീവിതത്തിൻ്റെ അധ്വാനത്തിലും നമ്മുടെ ഈ ലോകവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ഒക്കെ നടുവിൽ ഒരു പരിധിവരെ നമ്മൾ മറന്നു പോകുന്നതും ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്നതുമായ സ്വർഗീയമായ വിളിയാണ്. ഉന്നതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ വിളിയും നിയോഗവുമാണ് സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത്. ദൈവരാജ്യം പടുത്തുയർത്തതിൽ പങ്കുകാരാകുക എന്നുള്ളത് എല്ലാവർക്കും നൽകപ്പെട്ട വിളിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. ജീവിതത്തിൻ്റെ നിയോഗമാണ്, ജീവിതത്തിൻ്റെ വിളിയാണ് സ്വർഗം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന. നമ്മൾ ഈ ലോകത്ത് നടത്തുന്ന ലോകവുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പും വിളിയും എന്നതിനേക്കാൾ ഉപരിയായി സ്വർഗം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ വിളി, സ്വർഗത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാനും അങ്ങനെ സുവിശേഷ വേല ചെയ്ത് ഈ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം, നല്ല വാർത്ത എമ്പാടും എത്തിക്കാനുള്ള ഒരു ഉന്നതത്തിൻ്റെ വിളി സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മറന്നു പോകാതെ പൗലോസ്ലീഹ ആ വിളി സ്വീകരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം ആ വിളി ചങ്കിൽ കൊണ്ടു നടന്ന് ആ സ്നേഹത്തിൻ്റെ അഗ്നി മരണം വരെ കെടാതെ സൂക്ഷിച്ചവനാണ് വിശുദ്ധ പൗലോസ്ലീഹ. ഈ പൗലോസ്ലീഹയുടെ ജീവിതം നമുക്ക് മാതൃകയും പ്രചോദനവും നൽകട്ടെ. അങ്ങനെ നമ്മളിലൂടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്താൻ പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ചുയർത്തട്ടെ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.